നീ കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം കേട്ടില്ലേ? ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ നിന്റെ ബ്രദർ എവിടാണെന്ന്? ഓഹോ, ഈ കാരണം കൊണ്ടാണല്ലേ നീ എന്നെ ഇത്രയധികം ടോർച്ചർ ചെയ്തത്? നിനക്ക് നിനക്ക് ഒരിക്കലെങ്കിലും പറഞ്ഞുകൂടായിരുന്നു ഇതായിരുന്നു റീസണെന്ന്? നിനക്ക് ഈ ഇത്രയും കഥയല്ലേ അറിയത്തുള്ളൂ. നിനക്ക് അറിയാതെ വേറൊരു കഥയും കൂടി ഉണ്ട് ജോൺ ചെങ്കു. അത് നിനക്കറിയണ്ടേ? അത് നിനക്കറിയണ്ടേ? പ്ലീസ് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളൊരു പൊട്ടി പെണ്ണാണ്. ഇല്ല, ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി തന്നെ, ഞാനിത് കേൾക്കില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുവാണെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും അത്. പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ അവളൊരു പൊട്ടി പെണ്ണാണെന്ന്. അവളോടുള്ള സ്നേഹം ഞാൻ ഇതുവരെ അവളടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവൾ എന്നെ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിയുമ്പം അവളുടെ അവസ്ഥ എന്തുമായിരിക്കും? ഇതിനോടം തന്നെ അവൾ അറിഞ്ഞാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത കാര്യം. അങ്ങനെയാണെങ്കിൽ അവൾ ഉറപ്പായിട്ട് എന്നെ തിരക്കി വരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോഴേ എന്തായിരിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആത്മാർത്ഥ സ്നേഹം ഒരിക്കലും ഇല്ലാതാകില്ലടാ. അവൾ എന്തെങ്കിലും കടുകയും ചെയ്താലേ ചേട്ടാ. പക്ഷേ ഇത് ഞാൻ എങ്ങനെ ആ കുട്ടിയോട് പറയും? അതും ചേട്ടൻ്റെ മാരേജ് കഴിഞ്ഞ് വേറൊരു കൺട്രി പോയെന്നൊക്കെ. ഇത് കേൾക്കുമ്പം ആ കുട്ടി എന്തോരം വിഷമിക്കും. പ്ലീസ് അവൾ കുറച്ച് നാൾ വിഷമിക്കുമായിരിക്കും, പിന്നെ പതിയെ പതിയെ എല്ലാം ശരിയാവും. വേറെ ഒരാളെ മാരേജ് ചെയ്തെന്നൊക്കെ അറിയുമ്പോഴേ അത് അവിടം കൊണ്ട് തീരും. ബട്ട് ബ്രെയിൻ ട്യൂമർ ആണെന്നൊക്കെ അറിഞ്ഞാൽ അവളോടുള്ള സ്നേഹം ഞാൻ മറച്ചു വെച്ചതിന് റീസൺ ഇതാണെന്ന് അവൾ മനസ്സിലാക്കും. പിന്നെ ഒരിക്കലും അവൾ എന്നെ വിട്ടു പോകത്തില്ല. ഞാൻ എത്ര നാളത്തേക്കാടാ ജീവിച്ചിരിക്കുന്നത്? ഞാൻ കാണാൻ ഒരു മനുഷ്യജന്മം ഇല്ലാതാകാൻ പാടില്ല. പ്ലീസ് ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, അവൾക്കും കൂടി വേണ്ടിയിട്ടാ. നീ ഇത് ചെയ്യില്ലേ? ഇതായിരുന്നു അന്ന് നടന്നത്. ഇതന്ന് നിൻ്റെ അനിയത്തിയെടുത്ത് പറയുമ്പോഴേ ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടൻ മരിച്ചുപോയതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ഞാൻ അന്ന് പറഞ്ഞത് എത്ര നല്ല കാര്യമാണെന്ന്. പക്ഷെ നിൻ്റെ അനിയത്തി അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് എൻ്റെ ചേട്ടൻ ഒരിക്കലും കരുതിയല്ല. വേണമെന്ന് വെച്ചിട്ട് എൻ്റെ ചേട്ടൻ ഒരിക്കലും ആരെയും കൊല്ലത്തില്ല. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് എൻ്റെ ബെഡ്മേറ്റായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു.
നിനക്കെന്നെ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിന്നെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുകയെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് ഇത്രയും ടോർച്ചർ സഹിച്ചിവിടെ കടന്നത്. എനിക്ക് അറിയാൻ വയ്യാതുകൊണ്ടൊന്നല്ലായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. നിന്നെ ഞാൻ എത്ര നാൾ മനസ്സിലായിട്ട് ലവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാമോ? പക്ഷേ ഈ ഒരു മാഫിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇത്രയ്ക്കും വൃത്തിയുടെ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ശരിയാ, എൻ്റെ ചേട്ടനൊരു തെറ്റ് ചെയ്തു, നിന്നെ അനിയത്തി സ്നേഹിച്ച്. അതിൽ കൂടുതൽ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ ചേട്ടൻ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഞാനും ചെയ്തത്. പക്ഷേ അവർ തമ്മിലുണ്ടായിരുന്നത് അതൊരു ആത്മാർത്ഥ സ്നേഹമായിരുന്നു. പക്ഷേ നമ്മൾ തമ്മിൽ നിനക്ക് വെറും ലസ്റ്റ് മാത്രമാണല്ലേ ഞാൻ. ജെക്കെ, എനിക്ക് നിൻ്റെ മേലുള്ള ഫീലിങ്സ് അത് ട്രൂ ആയിരുന്നു. അത് നീ അറിയാതെ ഇനിയും വേണ്ട. ഇത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാലോ അല്ലേ? എനിക്കിപ്പോൾ ഇവിടുന്ന് പോവാമല്ലോ അല്ലേ? പോവാം ജെക്കെ, ഞാനിവിടുന്ന് പോവാം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. ഹലോ ഹലോ ജിമ്മി, അവൻ അവൻ എന്നെ വിട്ടിട്ട് പോയടാ. ജെക്കെ, നീ എന്തൊക്കെയാണേ പറയുന്നത്? താങ്ക് എവിടെ പോയെന്ന് ഒന്ന് തെളിച്ച് പറയടാ. ജിമ്മി, അവൻ എന്നെ വിട്ടിട്ട് പോയടാ. ഞാൻ ഞാൻ കരുതിയ പോലൊന്നും അല്ലടാ സത്യം. നേടെ ചേട്ടൻ എൻ്റെ അനിയത്തിയെ ചതിച്ചിട്ടില്ലടാ. പിന്നെ അവൻ്റെ ചേട്ടന് ബ്രെയിൻ ട്യൂമറായിരുന്നടാ. അതുകൊണ്ട് ജീവനായ അയാളുടെ അടുത്തുനിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറഞ്ഞതായിരുന്നു, മാരേജും അയാൾ ഫോറിൻ പോയെന്നൊക്കെ. എന്നിട്ട് അവൻ്റെ ബ്രദർ ഇപ്പം മരിച്ചു പോയടാ. പോട്ടെ ജെക്കെ, നീ കരയണ്ട, ഞാൻ തേങ്ങിനോട് സംസാരിക്കാം. ഇല്ലടാ, ഞാൻ ചെയ്ത ദ്രോഹത്തിന് അവൻ എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരില്ലടാ. എല്ലാം എൻ്റെ തെറ്റാണ്. ആദ്യമേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയണമായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചതാണ് അവനെ ഞാൻ ഉപദ്രവിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന്. ഒരു തവണ ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്നെ വിട്ടിട്ട് എൻ്റെ അടുത്തുനിന്ന് പോകത്തില്ലായിരുന്നടാ. ഇനി അവനൊരിക്കലും തിരിച്ചു വരില്ല, അല്ലേ ജിമിന? കരയാ ജെക്കെ, എന്തായാലും ഞാൻ അവൻ്റെ അടുത്ത് പോയിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. എനിക്കറിയാം അവൻ എന്നെ ഇനി അംഗീകരിക്കത്തില്ലടാ, എനിക്കറിയാം. നിങ്ങൾ ജെക്കെയുടെ ഫ്രണ്ടല്ലേ? എന്താ കാണണമെന്ന് പറഞ്ഞത്? അത് ജെക്കെയുടെ കാര്യം പറയാനായിരുന്നു. എനിക്കതൊന്നും കേൾക്കണ്ട, പ്ലീസ് നീ കേൾക്കണം. അതിനുശേഷം നിനക്ക് തീരുമാനിക്കാം ജെക്കെയുടെ അടുത്തേക്ക് തിരിച്ചു പോകണോ വേണ്ട എന്ന്. നീ അറിഞ്ഞ പോലെ തന്നെ ജെക്കെ ഒരു മാഫിയാണ്. ജെക്കെ എങ്ങനെയാണ് മാഫിയ എന്ന് നിനക്ക് അറിയണ്ടേ? അവൻ്റെ അച്ഛൻ്റെ ഒരു മാഫിയായിരുന്നു. അവന് 14 വയസ്സുള്ളപ്പോൾ അവൻ്റെ പാരൻസ് ഒരു കാർ ആക്സിഡൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, അവർ രണ്ടുപേരെയും കൊന്നു കളഞ്ഞു. ആ ഒരു കാർ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ജെക്കെയും അവൻ്റെ കുഞ്ഞനുജത്തിയും മാത്രമായിരുന്നു. ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം അവന് സ്വന്തമെന്ന് പറയാൻ അവൻ്റെ അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കെട്ടിപ്പൊക്കിയ ആ ഒരു സാമ്രാജ്യം അതേപടി നിലനിർത്താൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവനെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോയി. അവൻ ആകപ്പാട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ അനിയത്തിയുടെ അടുത്ത് മാത്രമായിരുന്നു. അവൻ്റെ അനിയത്തിയെ കാണുമ്പോൾ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലൊരു സമാധാനം കിട്ടുക. അല്ലാത്ത ടൈം ഫുള്ളും ഞാൻ ജെക്കെ അങ്ങനെ ചിരിച്ച് നടക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ജെക്കെ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ജെക്കെയുടെ അനിയത്തി നിൻ്റെ ചേട്ടനുമായിട്ട് ഇഷ്ടത്തിലാവുന്നത്. പിന്നെ കുറച്ച് ദിവസമേ അവൾ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. അനിയത്തി മരിക്കുന്നതിന് മുമ്പ് വരെ ജെക്കെയുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്ത് കാര്യമായാലും സമാധാനത്തോടെ അല്ലാതെ അവനെ ഞാൻ സംസാരിച്ച് കണ്ടിട്ടില്ലായിരുന്നു. അനിയത്തിയുടെ മരണശേഷം ജെക്കെ അവനല്ലാതായി മാറി. എന്തിനും ഏതിനും കൊലയും മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ അവൻ്റെ ലൈഫിലേക്ക് വരുന്നത്. നീ അവനെ നോക്കുന്നത് കാണുമ്പോഴെല്ലാം ഞാൻ അവനോട് ചോദിച്ചായിരുന്നു,
നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന്. ഇല്ല എന്നായിരുന്നു അവൻ്റെ മറുപടി. ബട്ട് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നിന്നെ ആ നോക്കുന്ന നോട്ടത്തിൽ നിന്ന് തന്നെ അവന് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന്. നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു രാത്രി. അത് കഴിഞ്ഞ ശേഷം ജെക്കെ ഞാൻ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചതായിരുന്നു. ബട്ട് അപ്പോഴെല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ നീഡ് ഹിം എന്നായിരുന്നു. നീ വിചാരിച്ചാൽ എൻ്റെ ആ ഒരു പഴയ ജെക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? പ്ലീസ്, അതിന് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. പ്ലീസ്, ഞാൻ നിന്നോട് യാചിക്കുകയാണെന്ന് നീ കരുതിയാൽ മതി. കഴിഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞു. ഇത്രയും ദിവസം ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ചത്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ജെക്കെ അവനവൻ്റെ അനിയത്തി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാനും എൻ്റെ ചേട്ടനെ സ്നേഹിച്ചിട്ടുണ്ട്. അവനോട് എത്ര തവണ ഞാൻ ചോദിച്ചതാ എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന്. അവൻ്റെ അനിയത്തിയെ പോലെ എൻ്റെ ചേട്ടൻ ഒരു മനുഷ്യജന്മം തന്നെയായിരുന്നു. അതൊക്കെ വിട്ടേക്ക്, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ലേറ്റായി. ഓക്കെ, ബൈ. ഇനി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത്. ജെക്കെയും വരാൻ പാടില്ല. അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ജീവൻ ഞാൻ അതോടെ തന്നെ അവസാനിപ്പിക്കും. ഇത് ജെക്കെ അടുത്തും കൂടി പറഞ്ഞേക്ക്. നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ അയാളുടെ കൂടെ. ഞാനെല്ലാം അറിഞ്ഞായിരുന്നു. എങ്ങനെ? നിൻ്റെ ആളുടെ ഫ്രണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ യൂങ്കി. എന്താടാ യൂങ്കി? അത് പിന്നെ എന്താണെങ്കിലും പറഞ്ഞോടാ, എൻ്റെ അടുത്തല്ലേ, പറഞ്ഞോ നീ. യൂങ്കി, ഐ എം പ്രഗ്നൻറ്റ്.